യൂട്യൂബ് വീഡിയോയ്ക്ക് ഉപയോഗിക്കാവുന്ന തമ്പനെയിൽ എങ്ങനെ അട്രാക്റ്റീവായി നിർമ്മിക്കാം എന്നതാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു തമ്പനെയിൽ കാണാൻ കഴിയും. ഇവിടെ ഈ ഫേസിൽ എൻ്റെ ഒരു ഫോട്ടോയിൽ ഞാൻ ടച്ച് ചെയ്യുമ്പോൾ കളർ അധികരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മൾ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നോ ഈ ഓരോ വേർഡ്സിലും ടച്ച് ചെയ്യുമ്പോഴും അവിടെയുള്ള കളർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഷോ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഇത്തരത്തിൽ എങ്ങനെ ചെയ്യാം? അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ കൂടുതൽ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഉപയോഗിക്കാവുന്നതാണ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ കളറുള്ള ഭാഗമാക്കി മാറ്റാം, അല്ലെങ്കിൽ നോർമൽ കളറാക്കി മാറ്റാം. അതുപോലെ തന്നെ ഏത് വേർഡിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു വേർഡുകളെല്ലാം നമുക്ക് ഇതുപോലെ നല്ലൊരു കളറാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ വേർഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെയെല്ലാം നമുക്ക് തമ്പനെയിൽ കുറച്ച് അട്രാക്ഷൻ ആയിട്ട് നിർമ്മിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുന്ന പോലെ താഴോട്ടോ മേലോട്ടോ ഒക്കെ നമുക്ക് ഇങ്ങോട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തമ്പനെയിൽ ഫോട്ടോ സ്മൈൽ ചെയ്യിക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അട്രാക്റ്റീവ് തമ്പനെയിൽ എങ്ങനെ നിർമ്മിക്കാം? ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തമ്പനെയിൽ ക്രിയേഷൻ. അത് അട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ വ്യൂസ് കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള തമ്പനെയിലുകളെല്ലാം ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല നല്ല തമ്പനെയിൽ കാണാൻ കഴിയും. നിങ്ങൾ തന്നെ ഒരുവിധം ആളുകളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് എങ്ങനെയാണോ നിർമ്മിക്കുന്നതെന്നൊക്കെ. നമുക്ക് തീർച്ചയായിട്ടും അതെല്ലാം മനസ്സിലാക്കാം. പലവരും ഈ ലാപ്പിലൊക്കെ ഫോട്ടോഷോപ്പ് വഴിയും അങ്ങനെയൊക്കെ പല ആപ്ലിക്കേഷൻ വഴിയൊക്കെ ചെയ്യാറുണ്ട്. അതല്ലാണ്ട് നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് നല്ല അട്രാക്റ്റീവ് തമ്പനെയിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. അതേപോലെ തന്നെ കളർ കൊടുക്കേണ്ടത് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായ കളർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്യേണ്ടത്, അത് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള തമ്പനെയിൽ ഉപയോഗിക്കുമ്പോൾ ആളുകൾ അട്രാക്റ്റ് ആയിട്ട് ആ എഴുതിയ വാചകം നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ കണ്ണിൽ പതിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു വാക്കുകളെല്ലാം എഴുതി നല്ല കളർഫുള്ളാക്കി വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അട്രാക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ തമ്പനെയിൽ ഇനി കാണുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ക്ലിക്ക് ചെയ്ത് വീഡിയോ എന്താണെന്ന് നോക്കാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത്തരം അട്രാക്റ്റീവ് തമ്പനെയിലുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന് തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുകയും വീഡിയോ കാണുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഈ അട്രാക്റ്റീവ് തമ്പനെയിൽ നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളൊരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം റിമൂവ് ചെയ്യാൻ പോവാണ്. അതിനെ ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാണ് remove.bg. ഓക്കെ, ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത ശേഷം ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ പോലെ, അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ നമുക്ക് നമ്മുടെ ഏത് ഇമേജാണോ അത് നമ്മൾ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നുള്ളതിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഗാലറിയിൽ വന്ന ശേഷം ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഇത്തരത്തിൽ ഫോട്ടോ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്ലോഡിങ് എന്ന് കാണാൻ കഴിയും. ഈ ഒരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഫോട്ടോയിൽ റിമൂവ് ചെയ്ത്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടുന്നതായിരിക്കും. അതിന് നമ്മൾ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്തരത്തിൽ ഡൗൺലോഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഡൗൺലോഡ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. remove.bg എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇതിൽ നമുക്ക് ക്രോമിൽ പോയിട്ട് തന്നെ നമുക്ക് ഫോട്ടോസിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നല്ല ഫോട്ടോസുകൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് തമ്പനെയിലിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് Pixellab എന്ന ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. Pixellab ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ഡിലീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവുന്നതായിരിക്കും. എന്നതിനുശേഷം ഈ മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ഇമേജ് സൈസ്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഈ കസ്റ്റം എന്ന് എഴുതിയതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബ് തമ്പനെയിൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് തമ്പനെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു റേഷ്യോ കറക്റ്റായി വരുന്നതായിരിക്കും. എന്നതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ വന്നു. ഇതിന് നമുക്ക് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വല്ല പിക്ചേഴ്സ് നിങ്ങൾ ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാനത് ഗാലറിയിൽ നിന്ന് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അതല്ലാണ്ട് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കൊരു
ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാക്കിയിട്ട് നല്ലൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളർ വേണം, വൈറ്റ് വേണോ ബ്ലൂ വേണോ, ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഗ്രേഡിയൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടം പോലെ കളർ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ച കളറാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കളറായിരിക്കും കാണുക. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല തമ്പനയിലും പല കളർ ഇതുപോലെ നമുക്ക് രണ്ടും കൂടി കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ ഒറ്റ കളറായി, അതായത് രണ്ട് പാർട്ടായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് പല തമ്പനയിലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഓരോ ടൂൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. കളർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കളർ എന്നുള്ളതിൽ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏത് കളർ വേണം എന്നുള്ള ഈ ഒരു കളർ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ലൈറ്റ് ആകണോ എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു തമ്പനയിലിൻ്റെ പിക്ചർ ഇത്തരത്തിൽ വരുന്നതായിരിക്കും. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടായി. പിന്നെ നമുക്ക് ഇവിടെ ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടത്. ഫോട്ടോ ആഡ് ചെയ്യാൻ ഇവിടെ പ്ലസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഫ്രം ഗാലറി അതിൽ പോവുക. ഫ്രം ഗാലറിയിൽ പോയി കഴിഞ്ഞ ശേഷം ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറിയിൽ വന്ന ശേഷം ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു PNG ഫോട്ടോ ഞാനിവിടെ എടുക്കുകയാണ്. ഈ ഫോട്ടോ എടുത്ത ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഫോട്ടോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എത്രത്തോളം ക്വാളിറ്റി ആക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഇത്തരത്തിൽ എടുത്ത ശേഷം ഇവിടെ തമ്പനയിലുള്ള ഫോട്ടോ റെഡിയായി. അതിനുശേഷം നമുക്ക് വാചകങ്ങൾ എന്തെങ്കിലും എഴുതണമെന്നുണ്ട് വെച്ചാൽ ഇവിടെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ ടെക്സ്റ്റ് എന്ന് വന്നു. എഡിറ്റ് എന്നുള്ള ഈ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണോ നമുക്ക് എഴുതേണ്ടത് അത് നമുക്കിവിടെ എഴുതാവുന്നതാണ്. ഞാനിപ്പോൾ യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തമ്പനയിൽ കുറച്ച് വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു വാചകം ഒന്ന് ബോൾഡ് ആക്കാൻ വേണ്ടി ഞാനിവിടെ ഫോണ്ടിൽ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഫോണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അട്രാക്റ്റീവായിട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ തമ്പനയിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ബ്ലൂവിൽ വൈറ്റ് നന്നായിട്ട് തന്നെ കാണും. അപ്പോൾ ഈ കളർ കോമ്പിനേഷനും നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ബ്ലാക്കിൽ വൈറ്റ് കോമ്പിനേഷൻ അടിപൊളി തന്നെയാണ്. അതുപോലെ യൂട്യൂബ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്ത ശേഷം ഞാനിവിടെ യെല്ലോ സെലക്ട് ചെയ്യണം. യെല്ലോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോയിൽ വൈറ്റ് കളർ നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ആ ഒരു കളർ ഇവിടെ നമുക്ക് കളറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം യെല്ലോയിൽ കുറച്ച് ബ്ലാക്ക് ആണ് നന്നായി കാണുക. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് കളർ നല്ല രീതിയിൽ കാണാൻ കഴിയും. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ കളറിനും അതിൻ്റെ മാച്ചായിട്ടുള്ള കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ് എന്നുള്ളതിൻ്റെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡാക്കാൻ പോവാണ്. റെഡാക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ റെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റെഡിൽ വൈറ്റ് നന്നായിരിക്കും. റെഡിൽ നമുക്ക് ഇതുപോലെ വൈറ്റ് അടിപൊളിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒന്നും കൂടി കണ്ടോ ഈ ഒരു യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ് എന്നുള്ളതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് നന്നായി കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ഇവിടെ പ്ലസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിനനുസരിച്ചിട്ട് നല്ല ഡാർക്ക്നെസ് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഇത്തരത്തിൽ തമ്പനയിൽ നല്ല അട്രാക്റ്റീവായിട്ട് ഈ ഒരു ഓപ്ഷൻ ഈ ഒരു Pixellab എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ നല്ല തമ്പനയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈ ഒരു വിരൽ ഉപയോഗിച്ച് തന്നെ വലുതാക്കിയിട്ട് എവിടെ വെക്കണം എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് സെലക്റ്റീവായിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് വെച്ച ശേഷം ഇതിനെ സേവ് ചെയ്യുക. ഇതിന് സേവ് ചെയ്യാൻ പോകുന്നു ഞാൻ. അപ്പോൾ സേവിന് ഇവിടെ അടുത്ത് തന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സേവ് ടു ഗാലറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സേവ് ആവുന്നതായിരിക്കും. ചിലപ്പോൾ നെറ്റൊക്കെ ഓൺ ആണെങ്കിൽ ഇതിൽ പരസ്യം വരുന്നതായിരിക്കും. അപ്പോൾ നെറ്റ് ഓണല്ല, ഓട്ടോമാറ്റിക്കായി സേവ് ആയി. എന്ന് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. അതിൻ്റെ പേരാണ് ഇവിടെ സ്നാപ്സീഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പ്ലസ് എന്നുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ Pixellab സേവ് ചെയ്ത ഈ ഒരു ഫോട്ടോ ഇവിടെ വരുന്നതായിരിക്കും. ഇത്തരത്തിൽ ഈ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടൂൾസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ബ്രഷ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രഷിൽ ക്ലിക്ക് ചെയ്യുക. ബ്രഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനായ EV സെലക്ട് ചെയ്യാം. ഈ ഒരു രണ്ടാമത്തെ ബ്രഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ എൻ്റെ മുഖത്ത് ഒന്ന് വിരൽ കൊണ്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ എത്രത്തോളം കളർ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ നമ്മുടെ ഏതൊരു പിക്ചറും നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ എങ്ങനെയുള്ള മുഖമായിരുന്നു നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ ടൂൾസിൽ പോയ ശേഷം ഞാൻ ബ്രഷ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ ഈ ഒരു അട്രാക്ഷനേ ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു EV എന്നുള്ള ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്ത ശേഷം ഞാനൊന്ന് മുഖത്തൊന്ന് കൈവയ്ക്കുമ്പോൾ
നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തമ്പനയിൽ എന്ന് എഴുതിയതിൻ്റെ മേലെയും കൂടി ഞാൻ ഇതുപോലെ ചെയ്യാണ്. അപ്പോൾ നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള ആ എഴുത്തെല്ലാം നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് തമ്പനയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള തമ്പനയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ ടൂൾസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കൊന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഹെഡ് പോസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മുടെ ഫേസ് കണ്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ താഴോട്ട് മുകളിലോട്ട് ഇങ്ങനെയൊക്കെ ചരിക്കാൻ പറ്റും. കണ്ടോ, ഞാൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾക്ക് ഫിൽറ്ററിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിൽ നമുക്ക് സ്മൈൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്മൈലിങ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് സ്മൈൽ കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഇതിൽ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, നിങ്ങൾ ഈ ഒരു വ്യത്യാസം കണ്ടറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലൈറ്റ്നെസ് എങ്ങനെ, മുഖം എത്രത്തോളം നമുക്ക് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സെലക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഈ സെലക്റ്റീവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബി എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് തമ്പനയിൽ എവിടെയാണോ നല്ല അട്രാക്ഷൻ ആക്കേണ്ടത്, ആ ഒരു എഴുത്തിൻ്റെ അവിടെ നിങ്ങൾക്ക് കളർ കൂട്ടണം എന്നുണ്ടെങ്കിൽ ആ ബി അവിടെ കൊണ്ടുവച്ച ശേഷം നിങ്ങൾക്ക് ഒന്ന് എങ്ങോട്ടാണോ മാറ്റേണ്ടത്, അതായത് ഇതിനെ കളറിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ മതി. നന്നായിട്ട് കളർ കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് കളർ കുറവായിട്ട് കാണുന്നത് അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് കളർ അധികരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ തമ്പനയിൽ നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുള്ള തമ്പനയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയ ശേഷം ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടാവും. ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ സേവ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ സേവ് ആയി കഴിഞ്ഞാൽ ഈ തമ്പനയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പം തന്നെ ഉപയോഗിക്കാവുന്ന രണ്ട് ആപ്ലിക്കേഷനാണിത്. സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷനും അതുപോലെ തന്നെ പിക്സലാബ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നല്ലൊരു തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.